ഹലോ, വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്നത്തെ വീഡിയോ റൊമേനിയൻ കോഡ് എങ്ങനെ ക്രോഷേ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഈ കോഡ് നമുക്ക് ബാക്ക് സ്ട്രാപ്പായിട്ട്, ഡ്രോ സ്ട്രിങ് ആയിട്ട്, ബെൽറ്റ് ഒക്കെ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ സ്ട്രെച്ചബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന യാണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഞാനിത് ഒരു അക്രിലിക് യാൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് സ്ട്രെച്ചി ആയിട്ടിരിക്കുന്നത്. നിങ്ങളൊരു സ്ട്രോങ് കോട്ടൺ കോഡൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് നോൺ സ്ട്രെച്ചബിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതാവുമ്പോൾ നമ്മുടെ ബാക്ക് സ്ട്രാപ്പിനൊക്കെ കുറച്ചും കൂടി നല്ലത് ആയിരിക്കും. സോ നൗ ലെറ്റ് സി ഹൗ ടു ക്രോഷേ ദിസ് റൊമേനിയൻ കോഡ്. റൊമേനിയൻ കോഡ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ബൾക്കിയാണും 7mm ക്രോഷേ ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ടാണ് ഇടുന്നത്. ഈ സ്ലിപ്പ് നോട്ട് ലൂസായിട്ട് ചെയ്താൽ മതി, പിന്നീട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ലൂസായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം ചെയിൻ 2 ആണ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ എടുക്കുന്ന യാണിനെക്കാട്ടി കുറച്ച് ബിഗർ സൈസ് ഹുക്ക് എടുക്കുന്നതായിരിക്കും ഈസി. കുറച്ച് ലൂസായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇത് ചെയ്യാൻ എളുപ്പം. ഓക്കെ, സോ ചെയിൻ 2 ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ലൂപ്പിലേക്കാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ചെയിൻ 2ൻ്റെ ലൂപ്പാണ്. അതിലേക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ വർക്ക് ഒന്ന് ടേൺ ചെയ്യുന്നു. ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വി ഉണ്ട്. വിക്ക് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൂപ്പ് പോകുന്നുണ്ട്. ആ ലൂപ്പിലേക്കാണ് നമ്മൾ ഹുക്ക് കയറ്റുന്നത്. ഓക്കെ, അതിലേക്കും കയറ്റുന്നു. നമ്മുടെ ഇനീഷ്യലി നമ്മൾ ചെയ്ത സ്ലിപ്പ് നോട്ട് അത് ലൂസായിട്ടായിരുന്നു ചെയ്തിരുന്നത്, അതിൻ്റെ ചെയിനിലേക്കും ഹുക്ക് കയറ്റുന്നു. ഇപ്പോൾ എൻ്റെ ഹുക്കിലേക്ക് ഞാൻ 2 ലൂപ്പ് കയറ്റിയിട്ടുണ്ട്. ഈ 2 ലൂപ്പിലേക്കാണ് നമ്മളിനി സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് യാണ് പുൾ ത്രൂ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ 2 ലൂപ്സ് ഇൻ ദ ഹുക്ക്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ 2 ലൂപ്സിലേക്കാണ്. അതിനായിട്ട് വർക്ക് ജസ്റ്റ് ടേൺ ചെയ്യുന്നു. ടേൺ ചെയ്തതിന് ശേഷം ഈ 2 ലൂപ്പിലേക്കും ഒരു സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യുന്നു. യാണ് ഫസ്റ്റ് പുൾ ത്രൂ ചെയ്ത് കൊണ്ടുവരുന്നു. അതിന് ശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ 2 ലൂപ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യേണ്ടത് സൈഡ് വൈസ് സിംഗിൾ ക്രോഷേ ചെയ്ത് പോവുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് വി നമ്മൾ ഈ 2 ലൂപ്സിലേക്കായിരിക്കും സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് ടേൺ ചെയ്യുന്നു. ടേൺ ചെയ്ത് ഈ 2 ലൂപ്സിലേക്കും ഈ 2 ലൂപ്പിലേക്കും ആണ് വർക്ക് ചെയ്യുന്നത്. സോ യാൺ പുൾ ത്രൂ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിലൂടെ എടുക്കുന്നു. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സ്. ആദ്യം കുറച്ച് മെസ്സി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് പാറ്റേൺ ഫോം ചെയ്യുന്ന കാണാവുന്നതാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത് ഈ 2 ലൂപ്സിലേക്കാണ്. സെയിം പ്രോസസ്സ് ചെയ്യുക. അടുത്തത് ഈ 2 ലൂപ്പിലേക്ക്. സ്ലിപ്പ് നോട്ട് ഇനീഷ്യലി ലൂസായിട്ട് ചെയ്ത് നമ്മൾ സ്ലിപ്പ് നോട്ടും കൂടെ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബെറ്റർ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ 2 ലൂപ്സിലേക്ക്. എപ്പോഴും നിങ്ങൾ ഇനീഷ്യലി സ്ലിപ്പ് നോട്ട് ചെയ്യുന്നതിന് മുന്നേ യാണിന് ടെയിലൻ്റ് വേണമെങ്കിൽ കുറച്ച് വിടാവുന്നതാണ്. കാരണം നമുക്ക് ഇത് സ്ട്രാപ്പായിട്ട് ബെൽറ്റായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ ടെയിലൻ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് ടെയിലൻ്റ് വിടാൻ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം ടേൺ ചെയ്യുന്നു. ഈ നെക്സ്റ്റ് ഈ 2 ലൂപ്സിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കാണാവുന്നതാണ്. ഓക്കെ, നമ്മളിങ്ങനെ കൂടുതൽ ചെയിൻസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പാറ്റേൺ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഈ പാറ്റേണിൽ തന്നെ കിട്ടുന്നതാണ്. സോ ഇതാണ് ഡിഫറൻസ്. ഞാനിതൊരു തിന്നർ അക്രിലിക് യാൺ വെച്ചാണ് ചെയ്തത്. ഇത് കൂടുതൽ സ്ട്രെച്ചിയാണ്. ഇവിടെ ഞാൻ കുറച്ചും കൂടെ കോട്ടൺ മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. സോ ബൾക്കിയുമാണ് യാൺ. സോ ഇത് ലെസ് സ്ട്രെച്ചിയാണ്. സോ എപ്പോഴും ബാക്ക് സ്ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോട്ടൺ കോട്ട്സ് ആയിരിക്കും നല്ലത്, കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നതാണ്. സോ ഈ രീതിയിൽ സെയിം പാറ്റേണിൽ നിങ്ങൾക്ക് വേണ്ട ലെന്തിൽ ഇത് ചെയ്തെടുക്കുക. സൈഡ് വൈസ് വർക്ക് ചെയ്ത് ആവശ്യത്തിനുള്ള ലെന്തിൽ എത്തുക. സോ ആവശ്യമുള്ള ലെന്തിൽ എത്തിയതിന് ശേഷം ടെയിലെൻഡിൽ അറ്റാച്ച്മെൻറ്റിനും കൂടെ വേണ്ടിയ ലെന്തിൽ ടെയിലെൻഡ് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഒരു ചെയിൻ 1
ആൻഡ് നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം റെസ്റ്റ് ഓഫ് ദ ടെയിലിൻ്റെ വീവ് ചെയ്ത് ട്രിം ചെയ്യാവുന്നതാണ്. ഓക്കെ, hope you all got an idea regarding Romanian cord. Thank you.